രചന അബ്ദുള്ള മേലേതിൽ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഡാ നല്ല ചരക്കാണ് അവള്. നമ്മുടെ സണ്ണി ചേച്ചിയെ പോലെയൊക്കെ. എന്നാ എടുപ്പാ. സമൂഹത്തിൽ കുറച്ച് നിലയും വിലയുള്ളവർക്ക് അവളെ കിട്ടൂ. ഒരു ദിവസത്തിനെ നമ്മുടെയൊക്കെ ഒരു മാസത്തെ ശമ്പളം വരെ കൊടുക്കേണ്ടി വരും. അനിൽ ഗ്ലാസ്സിലിരുന്ന് അവസാന പെഗ് വായിലേക്ക് അമിഴ്ത്തി അങ്ങനെ പറഞ്ഞപ്പോൾ ശ്യാമു സുഖവും അത് ശരിവെക്കും പോലെ തലയാട്ടി. എന്നാ അവിടെ നമ്പരെന്താ, ഒന്ന് വിളിച്ചു നോക്കാലോ. ഒരു ഗ്ലാസ് ബിയർ കൊണ്ട് അരമണിക്കൂർ നേരമായിട്ട് ഇരിക്കുന്ന അബു ചോദിച്ചു. മൂന്ന് പേരും ഒരുപോലെ ഞെട്ടി. നിനക്ക് എന്തിനാണ് അവള്? നിനക്ക് ഈ ഗതികേടുണ്ടോ? ചാരുത എറിഞ്ഞ നിന്നെ വല്ല ഇഞ്ചക്ഷൻ തന്ന് കൊല്ലും. അനിൽ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചാരുത അബുവിന്റെ ഭാര്യയാണ്, ഹോസ്പിറ്റൽ നഴ്സാണ്. അവളെ പേടിച്ചാണ് അവൻ കമ്പനി കൂടുമ്പോൾ മദ്യപാനം ബിയറിൽ ഒതുക്കുന്നത്. അവരുടേത് പ്രണയവിവാഹമായിരുന്നു. അതല്ലടാ, ഈ വേശ്യ പോക്കേസ് എന്നൊക്കെ വിളിക്കപ്പെടുന്നവരെ ദൂരെ നിന്നേ നോക്കി കണ്ടിട്ടുള്ളൂ. വായിച്ചിട്ടുള്ള കഥകളിലും അവരുടെ പുറമേനെ തടവി പോയിട്ടേ ഉള്ളൂ. എന്നും തോന്നാറുണ്ട് ഇത്രയും പ്രമുഖയാണെങ്കിൽ അവളെ ഒന്ന് നേരിട്ട് കാണണം. അനിൽ ഒരു പത്രസ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട ആളുകളുമായും ബന്ധമുണ്ട്. അനിൽ നമ്പർ അബുവിന് കൊടുത്തു. നമ്പർ കൊടുത്ത ആളുടെ പേരും പറഞ്ഞു കൊടുത്തു. അല്ലാതെയൊന്നും അവൾ വിളിച്ച ആൾ വിശ്വസിക്കില്ല. നീ എന്നിട്ട് ഒരു കഥ എഴുത്, ഞങ്ങൾക്കും വായിക്കാലോ. നമ്പർ കൊടുക്കുമ്പോൾ അനിൽ പറഞ്ഞിരുന്നു. എടാ അവളെ കാണുമ്പോഴേ കഥ എഴുത്ത് മറക്കരുത് കേട്ടോ. സുഗു അബുവിന്റെ തോളിൽ തട്ടി പറഞ്ഞു. കൗമാരത്തിലെ വികാരം പെരുവിലിൽ നിന്ന് തലയിലേക്ക് എടുത്ത സമയത്ത് പോലും ഇത്തരം ഒരു ബന്ധം അബു ആഗ്രഹിക്കുന്നുണ്ടായിട്ടില്ല. അബു അനിൽ കൊടുത്ത നമ്പറിൽ അവളെ വിളിച്ചു. അവൾ പറഞ്ഞ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത ശേഷമാണ് അവൾ അബുവിന് ചെല്ലേണ്ട സ്ഥലവും വീടും പറഞ്ഞു കൊടുത്തത്. അനിലാണ് അബുവിനെ അവളുടെ വീടിന് മുമ്പിൽ കൊണ്ടുപോയി വിട്ടത്. അബു വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചു. ഒരു സ്ത്രീ വന്ന് ഡോർ തുറന്നു. അബു അകത്ത് കയറിയപ്പോൾ വാതിലടച്ചു. നിങ്ങളാണോ ഞാൻ വിളിച്ച? അബു ആളത് തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ തന്നെയാണ്. ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. നാളെ ഈ നേരം വരെ ആരും ഇങ്ങോട്ട് വരില്ല. അവളടിച്ച പെർഫ്യൂം പോലും അവൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പോലെയായിരുന്നു. ഒരു വശ്യഗന്ധം. അത്യാവശ്യം നീണ്ടു പരന്ന് കിടക്കുന്ന മുടി, ചുവന്ന സാരി, ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇല്ല. അല്ലാതെ തന്നെ ചുവന്ന ചക്രവാള സീമ പോലെ ചുണ്ടും കവിളും ചുവപ്പണിഞ്ഞു നിൽക്കുന്നു. അവൾ മുകളിലെ റൂമിലേക്ക് അബുവിനെയും കൊണ്ടുപോയി. കഴിക്കാൻ എന്താ വേണ്ടത്? അപ്പോഴാണ് അവളുടെ അടിവയറിലെ ഞൊറിവുകൾ കണ്ടത്. മാറിലെ സാരിയും ലക്ഷ്യം തെറ്റി കിടന്നിരുന്നു. നിങ്ങൾ ചെലവാക്കിയ പണം നഷ്ടത്തിലാവില്ലെന്ന് വിളിച്ചു പറയാൻ അവൾ അവയവങ്ങൾക്ക് ആജ്ഞ കൊടുത്ത പോലെ അവയെന്റെ മുന്നിൽ ഉയർന്നു മിളകി നിന്നു. ഇപ്പോഴൊന്നും വേണ്ടെന്ന് അബു പറയുമ്പോഴും തൊണ്ട വരണ്ടൊട്ടിരുന്നു. എനിക്ക് കുറച്ച് വെള്ളം മതി, അബു പറഞ്ഞു. അവൾ പോയി 2 ഗ്ലാസ്സിൽ ജ്യൂസുമായി വന്ന് അവന്റെ അരികിൽ കട്ടിലിരുന്നു. അവൾ അവളുടെ മുടിയൊന്നാകെ ഒരു സൈഡിലേക്കിട്ട് അതിനെ താലോലിച്ചുകൊണ്ട് അബുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ജ്യൂസ് കുടിക്ക്. അബു പതിയെ ജ്യൂസ് സിപ്പ് ചെയ്ത് കുടിച്ചു. അവളും. എന്തേ ഈ ഒരു തൊഴിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം? ജ്യൂസ് ഏകദേശം പകുതിയായപ്പോൾ അബു ഒരു സംസാരത്തിന് തുടക്കമിട്ടു. അവൾ ഉത്തരം പറയുന്നതിന് പകരം തിരിച്ചൊരു ചോദ്യം അബുവിനോട് ചോദിച്ചു. എന്തേ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാൻ കാരണം? അവനൊന്നും മിണ്ടിയില്ല. ഒരു ഇളിപ്പിച്ചിരി ചിരിച്ചു. അവൾ വീണ്ടും ചോദിച്ചു. വികാരത്തിനൊപ്പം കുറച്ച് മനുഷ്യത്വം തുളുമ്പുന്ന അസുഖമുള്ളവര് അത് പ്രകടിപ്പിക്കാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കുന്ന പതിവ് കാപ്പട്ടി എന്ന് പറയുന്ന ചോദ്യമാണിത്. തൽക്കാലം എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു പോവാൻ നോക്ക്. അവൾ അവളുടെ നീളമുള്ള മുടിയിഴകളിൽ നിന്നും പറഞ്ഞു പോകുന്ന ഒരെണ്ണം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഞങ്ങളെ കൂടുതൽ വെറുപ്പിക്കുന്നു. തന്ന പൈസ മുതലാക്കാൻ എന്ത് വൃത്തികേട് ചെയ്യിക്കുന്നു. വേശ്യയാണ് പൈസക്ക് ശരീരം വിൽക്കുന്നവൾ, സുഖം വിൽക്കുന്നവൾ, അതിലപ്പുറം ഒന്നുമില്ല. അവൾ ഒന്നുകൂടി കടുപ്പത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് എന്നെ നമ്പരെന്നവൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നെക്കുറിച്ച്. എന്താണ് പറഞ്ഞ്? നല്ല ചരക്കാണ്, നല്ല സാധനമാണ്. ഇപ്പോഴത്തെ ഫ്രീക്കന്മാർ പറയും കിടുവാണെന്ന്. അത് പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചു. അവനും. ചിരിക്കുമ്പോൾ അവൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ട്. അതവൻ അവളോട് പറയുകയും ചെയ്തു. മോനെ, അതൊന്നും ഇവിടെ കേൾക്കില്ല. പലതരം മനുഷ്യന്മാരുടെ ഉള്ളു ശരീരവും അഴിച്ചിട്ട് കണ്ടവളാണ് ഞാൻ. ഈ പറഞ്ഞത് നിന്റെ കാമുകിയോട് പോയി പറ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഭാര്യയോടും പറ. അവളൊന്ന് സന്തോഷിക്കട്ടാ. മധുവിധ കാലം കഴിഞ്ഞ ശേഷം നിന്റെ അടുത്തുനിന്ന് അവളൊന്നും ഇത്തരം വാക്കുകൾ കേട്ടിട്ടുണ്ടാവില്ല. അവൾ വീണ്ടും ചിരിച്ചു. അബുവിനും അവളുടെ യാഥാർത്ഥ്യം നിറഞ്ഞ തമാശ കേട്ടപ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അരിയും പഞ്ചസാരയും മുളകും കൊണ്ടുവരാൻ പറയാനല്ലാതെ അവരും വായ തുറക്കാറില്ല. അബുവും ഇട്ടുകൊടുത്തില്ല. ഓഹോ, അവളൊന്നും ചിരി കൂട്ടി. എടോ, ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ അടുത്ത് കിട്ടിയിട്ടും താനൊന്ന് തൊടുക പോലും ചെയ്യാതെ മഹാഭാരതം പറഞ്ഞിരിക്കുവാണോ? അവൾ അബുവിന്റെ കയ്യിൽ നിന്ന് ജ്യൂസ് കുടിച്ച് 4 ഗ്ലാസ് വാങ്ങിയേക്കുമ്പോൾ ചോദിച്ചു. എനിക്ക് മാനസികമായി അടുപ്പമുള്ള ഇഷ്ടമുള്ള ഒരാളുമല്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തോന്നാറില്ല, അബു അവളോട് പറഞ്ഞു. ആഹാ, അപ്പൊ എന്നോട് മാനസികമായിട്ട് അടുപ്പമുണ്ടാക്കാനാണോ ഈ വക സംസാരങ്ങളൊക്കെ? അവളൊരു കളിയാക്കി ചിരിയോട് ചോദിച്ചു. അല്ല, ഞാനൊരു കഥാകൃത്താണ്. എനിക്കൊരു കഥ നിങ്ങളെക്കുറിച്ച് എഴുതണം, അബു മുഖത്തു നിന്നും കണ്ണെടുത്ത് ഉടച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോവാം.
കടൽക്കരയിൽ അല്ലെങ്കിൽ വിശാലമായൊരു പാർക്കിൽ എൻ്റെ സമയം തീരും വരെ മതി. നിങ്ങൾക്ക് കിറുക്കുണ്ടോ മനുഷ്യ എന്നെയും കൊണ്ട് കടൽക്കരയിൽ നടക്കാൻ? ഇനി നിങ്ങൾക്ക് വല്ല പ്രണയം വാങ്ങാത്തതിൽ തോന്നുന്നുണ്ടോ? വല്ല മലയാള സിനിമയും പോലെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആള് തെറ്റി കേട്ടോ. എനിക്ക് പ്രണയം എന്ന് കേൾക്കുമ്പോൾ വല്ല തളർന്നു നിൽക്കുന്ന ഓർമ്മ വരിക. അത്രയും അരോചകമാണ്. അബു ഒന്ന് ചിരിച്ചു. ഞാനിപ്പോഴും പ്രണയിക്കുന്നത് എൻ്റെ ചാരുതയാണ്. എന്നിലൊരു കാൽഭാഗമേ ഞാനുള്ളൂ, ബാക്കിയൊക്കെ അവളാണ്. ഞാൻ പറഞ്ഞില്ലേ, പുറമേനിൽ തലോടിപ്പോകുന്ന കഥകൾ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഉള്ളിലേക്ക് ഇറങ്ങിയ ഒരു വാക്കെങ്കിലും എനിക്ക് എൻ്റേതായിട്ട് അടയാളപ്പെടുത്തണം. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇരുട്ടിന് പുറത്ത് പകൽ വെളിച്ചത്തിലൊരു പുരുഷൻ ആദ്യമായി തന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഇരുട്ടിലെ സുഖലോലുപതയിൽ മുത്തേ കരളെ പൊന്നെ എന്നൊക്കെ വിളിക്കുന്ന കാപട്യത്തിന്റെ അകക്കാമ്പിനപ്പുറം പകൽ വെളിച്ചത്തിൽ ഒപ്പം നടക്കാൻ കഴിയുന്ന ഒരുവളായി ആദ്യമായി ഒരാൾ തന്നെ പരിഗണിച്ചിരിക്കുന്നു. ഈ സാരി തന്നെ മതിയോ അതോ ചുരിദാറാക്കണോ? അവൾ പോവാൻ തയ്യാറായി ചോദിച്ചു. ഈ വസ്ത്രത്തിൽ നീ അതീവ സുന്ദരിയാണ്. അബു തന്റെ ബാഗ് എടുത്ത് അവളുടെ കൂടെ നടന്നു. ആദ്യം കണ്ട ഓട്ടോ കൈ കാണിച്ച് അവർ കടൽക്കരയിലേക്ക് യാത്ര തിരിച്ചു. പുറമേക്ക് വലിയ തന്റെ ഇടവും ശൂര്യതയും കാണിച്ചിരുന്ന അവളിപ്പോൾ നാണവും സങ്കോചമുള്ളൊരു പെണ്ണായി മാറിയത് അബു അറിഞ്ഞു. കടൽക്കരയിലൂടെ നടക്കുമ്പോൾ അവൾ ചോദിച്ചു, ഞാൻ ഈ കൈപ്പിടിച്ച് നടക്കട്ടെ? നിങ്ങളുടെ ചാരുത പെണുങ്ങോ? അബു അവളുടെ കൈപ്പിടിച്ചൊരു ഉമ്മ വെച്ചു. എന്നിട്ട് അവളുടെ കൈപ്പിടിച്ച് നടന്നു. എന്താ പേര്? ഞാനിതുവരെ ചോദിച്ചില്ല. അബു ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. പേര് ആളുകൾ ഭൂരിപക്ഷം എന്തിനാണ് ചോദിക്കുന്നത് അറിയും? അവരുടെ മതം അറിയാൻ വേണ്ടിയാണ്. ഒരു ദിവസം കണ്ടുപിരിയുന്ന നമുക്കെന്തിനാ പേരും നാളും? നിങ്ങൾ എന്നെ ഏഞ്ചൽ എന്ന് വിളിച്ചോളൂ. മാലാകമാരും ദൈവത്തെ പോലെയാണല്ലോ, കണ്ടവരില്ല. എന്നാലോ ഒരുപാട് വർണ്ണനകളുണ്ട്. ഒരിക്കലൊരാൾ എൻ്റെ അരികിൽ വന്ന് ഇതേപോലെ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അയാൾ വെറ്റില മുറുക്കുമായിരുന്നു. വെറ്റില മുറുക്കുന്ന നേരത്ത് നല്ല മണാവും, സിഗരറ്റ് വലിക്കുന്ന സമയത്തെ പോലെ. അത് കഴിഞ്ഞാൽ അതൊരു ശവക്കുഴി പോലെയാണ്. വലിക്കുന്നവർക്കോ ചവക്കുന്നവർക്കോ ഇതൊക്കെ അറിയോ? ഈ വായും കൊണ്ട് ഇണയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരനുഭവിക്കുന്ന ദുരിതം എവിടുന്നല്ലേ? എനിക്ക് പിന്നെ പൈസ വാങ്ങിയ അനുഭവിക്കല്ലാതെ തരലില്ലല്ലോ. അന്നു മുതലാണ് വലിക്കുന്നവൻ വരുമ്പോൾ വലിക്കാനും മുറുക്കുന്നവൻ വരുമ്പോൾ മുറുക്കാനും കുടിക്കുന്നവൻ വരുമ്പോൾ കുടിക്കാനും തുടങ്ങിയത്. അബു 2 ഐസ്ക്രീം വാങ്ങി. സൂര്യൻ താഴ്ന്നു തുടങ്ങിയിരിക്കുന്നു. എന്നാലും ചൂടിന് വലിയ കുറവില്ല. അവളിപ്പോൾ തന്നോട് കുറച്ചുകൂടെ അടുത്തിരിക്കുന്നു. ഇപ്പോൾ നെഞ്ചിൽ ചാരിയാണ് നടക്കുന്നത്. അത് അവൾ പോലും അറിയാതെ സംഭവിച്ചതാവണം. ഇടക്കൊക്കെ വിരലും കൈകളും ഓരോന്നായി അമർത്തിയും ചരിച്ചും കളിക്കുന്നുണ്ട്. എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. മൂത്രയിറ്റ് വീണ കരിമ്പൽ വീണ അടിവസ്ത്രത്തിന്റെ പുള്ളികളിൽ രക്തത്തുള്ളികളും കാണാൻ തുടങ്ങിയപ്പോൾ മാതാപിതാക്കൾ ഉറപ്പിച്ചു അവളൊരു പുരുഷനെ സ്വീകരിക്കാൻ സമയമായെന്ന്. രാത്രികളിൽ എന്നിലേക്ക് കയറിപ്പോകുന്ന ചില ശബ്ദങ്ങളോടുകൂടിയ ചരക്ക് വണ്ടികൾ ചിലപ്പോൾ എഞ്ചിനുകളുടെ മാത്രം മുരൾച്ച മാത്രമായി പോകുന്നു. പിന്നെ ഒരുപാട് കൊല്ലങ്ങൾ അതും കൂടെ ഇല്ലായിരുന്നു. അയാൾക്ക് എന്നോട് ഇഷ്ടവും സ്നേഹമൊന്നും ഇല്ലായിരുന്നെങ്കിലും ശരീരം പോലും വേണ്ടാതായി. അതിനിടയിൽ ആരെങ്കിലും വന്നെന്നെ തട്ടിക്കൊണ്ടുപോയി ഒന്ന് ബലാത്സംഗം ചെയ്തെങ്കിലെന്നുവരെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ചിലർ ഗന്ധർവ്വം വരാൻ സ്വപ്നം കാണും പോലെ. അവൾ തന്നെ പിടിക്കുന്നതിന്റെ മുറുക്കവും ചേർന്ന് നിൽക്കുന്നതിന്റെ അടുപ്പവും അബു കൂടുതൽ അറിയാൻ തുടങ്ങി. അവർ തിരികെ വീട്ടിലേക്ക് തിരിച്ചു. അവളുടെ മുഖത്തൊരു നിരാശയുടെ നിഴൽ. അസ്തമയ സൂര്യൻ വിട പറയുമ്പോൾ തെങ്ങോലകൾ, വൃക്ഷങ്ങൾ എല്ലാം കറുത്ത നിഴലിലേക്ക് വഴിമാറുന്നു. വീട്ടിലെത്തുമ്പോൾ പരസ്പരം കാണാൻ കഴിയാത്ത ഇരുട്ടായിരുന്നു. ഇപ്പോൾ അബു മൗനമാണ്. അവളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ സംസാരത്തിന്റെ വേലിയേറ്റ വേലിയിറക്കങ്ങൾക്കിടയിൽ അബു മൗനത്തിന്റെ പൊത്തിലൊളിച്ചു. ചാരുതയുടെ ഫോൺ വരുന്നുണ്ട്. രാത്രിയാവുമ്പോഴേക്കും എത്താമെന്ന് പറയുന്നത് അവൾ കേട്ടു. ഇന്നിവിടെ നിൽക്കുന്നില്ലേ? പൂവാണോ? എന്നാ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് പോവാം. അവൾ അടുക്കളയിലേക്ക് നടന്നു. അബുവും കൂടെ നടന്നു. അവൾ ഭക്ഷണം തയ്യാർ ചെയ്യുമ്പോൾ ചെറിയ സഹായമൊക്കെയായി അബു അവിടെ നിന്നു. നിങ്ങളുടെ ചാരുത ഭാഗ്യവതിയാണല്ലോ, അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എല്ലാവരോടും ഫാത്തിമ എന്ന് തന്നെയാണോ പേര് ചോദിച്ചാൽ പറയാ? അബു ചോദിച്ചു. അല്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരീരം നഷ്ടപ്പെട്ട പോലെ പേര് നഷ്ടപ്പെട്ടു. എന്താണോ വായിൽ തോന്നിയ പേര് അത് പറയും. ഒരിക്കൽ ഒരാളോട് ഫാത്തിമ എന്ന് തന്നെ പറഞ്ഞു. അയാള് ആട് ഇലന്ന പോലെ എന്നെ നക്കിത്തോർത്തി നനച്ചൊട്ടി കിടന്നുറങ്ങി. ഉടനേശം എന്നോട് പറയാണ്, മോളെ ഈ പണി നിർത്തണം, അല്ലെങ്കിൽ നരകം കിട്ടുമെന്ന്. അവൾ അതും പറഞ്ഞ് ഉറക്കെ ചിരിച്ചു. അബുവിനും ചിരിയൊതുക്കാൻ കഴിഞ്ഞില്ല. സ്ത്രീകൾക്ക് മാത്രം സംവരണം ചെയ്തൊരു നരകം. ഞാൻ മൂപ്പരോടും പറഞ്ഞു, നിങ്ങളും ഇത് നിർത്തിക്കോളി, ഇല്ലെങ്കിൽ ഞാനൊക്കെ കിടക്കുന്ന നരകത്തിൽ നിങ്ങളും കിടക്കേണ്ടി വരുന്നു. അപ്പൊ അയാൾ പറയാണ്, സ്വർഗത്തിലും കിട്ടാൻ പോകുന്ന പെണ്ണും കള്ളൊക്കെ തന്നെയാണെന്ന്. അവൾ വീണ്ടും ചിരിച്ചു. അവൾ അബുവിന് ഒരു ഡയറി എടുത്തു കൊടുത്തു. നിങ്ങൾ എഴുത്തുകാരനല്ലേ, ഇതൊന്ന് വായിച്ചു നോക്കൂ. അബു അതുമായി നടന്നു. അവളും ഭക്ഷണം എടുത്തു വെച്ചു. രണ്ടുപേരും ഒരുമിച്ച് കഴിച്ച് മുകളിലേക്ക് പോയി. അബു ഡയറി എടുത്ത് വായിച്ചു നോക്കി. വേശ്യയുടെ ചാരിത്ര പ്രസംഗമൊന്നും അതിലില്ല. ഒരുപാട് പകൽമാന്മാരുടെ തനിനിറങ്ങൾ. അബുവിന് വിരസത തോന്നി ഡയറി മടക്കാൻ തുടങ്ങുമ്പോഴാണ് മറ്റൊരു എഴുത്ത് കണ്ടത്. അതൊരു പ്രണയ വരികളായിരുന്നു. നീ എന്ന് നിനക്ക് മാത്രമാക്കുന്നത് സ്വപ്നം കാണാതെ നിനക്ക് കൂടി ഉള്ളതാണെന്ന് സ്വപ്നം കാണൂ. നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെന്ന് പറഞ്ഞിട്ട് നിന്റെ അടിമയാക്കി ഒരു കൂടിനുള്ളിൽ ഒതുക്കിയിടല്ലേ.
നിങ്ങളുടെ എല്ലാവരുടെയും വിയർപ്പുതുള്ളികളും കിതപ്പുകളും ഊർജ്ജശ്വാസവും തളർച്ചയും അറിഞ്ഞ് ആ അവസാന നിമിഷത്തിലെ അവസാന തുള്ളിക്ക് മുമ്പുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവളായി ഞാൻ ജീവിക്കട്ടെ. അതിനുശേഷമുള്ള പിഴച്ചവൾ, വേശ്യ, പോക്ക് കേസ് എന്നുള്ള നിങ്ങളുടെ വിളികളൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും അപകർഷതാബോധങ്ങളിൽ ഞെളിപിരി കൊള്ളട്ടെ. അബു വരികളെയും അവളെയും മാറി മാറി നോക്കി. അവളൊരു ധ്യാനം പോലെ എന്തൊക്കെയോ കുറിച്ചിട്ടിരിക്കുന്നു. അബു പോവാൻ തയ്യാറായി നിന്നു. ആദ്യമായാണ് പൈസയും തന്നൊരുത്തൻ ശരീരത്തെ തൊടാതെ മനസ്സ് മാത്രം തൊട്ട് പോകുന്നത്. അവളുടെ ശബ്ദമൊന്നിടറിയോ? അവളൊരു മനുഷ്യജീവിയല്ലേ, പെണ്ണല്ലേ? എനിക്കൊരു ചുംബനെങ്കിലും തന്നിട്ട് പോകൂ. നിങ്ങൾ പറഞ്ഞ മാനസികടുപ്പം എന്നോടായില്ലേ? അബു ബാഗ് തിരികെ വെച്ചു. അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ഞൊറിവുകളുള്ള വയറിന് പുറത്ത് കൈകൾ ചേർത്ത് പിടിച്ചു. അവളെ തന്നോട് ചേർത്തു. അവളുടെ ചുണ്ടുകൾ തണുപ്പിനാൽ ഒന്ന് വിറച്ചു. അബു ആ ചുണ്ടുകൾക്ക് മേലേക്ക് ഒരു പുതപ്പ് വിരിച്ചു. അവളൊരു സ്വപ്നത്തിലെന്ന പോലെ അങ്ങനെ നിന്നു. അവൾ അബുവിനെ പുലർന്നു. തന്നെയും കാത്തിരിക്കുന്ന ചാരുതയുടെ മുഖം അബുവിൻ്റെ മനസ്സിലേക്ക് വന്നു. നേരം വൈകിയതിന് ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ള തമാശ നിറഞ്ഞ ശാസനയും അബുവിൻ്റെ കൈകൾ പതിയെ അയഞ്ഞു. അവളും തലതാഴ്ത്തി നിന്നു. അബു അവളോട് യാത്ര പറഞ്ഞു. അവൾ അബുവിനോട് പറഞ്ഞു, എന്നെക്കുറിച്ച് ആദ്യമേ പറഞ്ഞില്ലേ, അതുതന്നെയാണ്. ശരീരം വിൽക്കുന്നൊരു പെണ്ണ്, അത്ര തന്നെ. വരുന്നവർക്കെല്ലാം ഉണ്ടാവും അവരുടെ സ്വന്തം ചാരിതമാർ. പോയിക്കോളൂ. അവൾ അബുവിനെ യാത്രയാക്കി. അബു മുറ്റം കിടക്കും മുമ്പ് അവൾ അബുവിനെ വിളിച്ചു. നിങ്ങൾ ചുംബിച്ചത് എൻ്റെ ചുണ്ടിലായിരുന്നെങ്കിലും പതിഞ്ഞത് എൻ്റെ ഹൃദയത്തിലാണ്. അബു ഒന്ന് ചിരിച്ചു. കഥക്ക് പേര് തിരയേണ്ടി വന്നില്ല. ആത്മാവിൻ്റെ ചുംബനം.